ജലിയായ തെറ്റ്, ലാഹിറായ തെറ്റ്. രണ്ടാമത്തേത് മുസ്തത്തിറായ അല്ലെങ്കിൽ ഹഫിയായ തെറ്റ്. ഇത് രണ്ടും പറയുമ്പോൾ നിങ്ങൾക്ക് ഏറെക്കുറെ കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ കഴിയും. ലാഹിറായ തെറ്റ് എന്ന് പറയുമ്പോൾ അത് ചിലപ്പോൾ അക്ഷരം തന്നെ മാറിപ്പോകുന്നതായിരിക്കാം, ചിലപ്പോൾ ചില അക്ഷരങ്ങൾ അധികമായി വന്നു പോകുന്നതായിരിക്കാം. മദ് ചെയ്യുന്നിടത്തോ അത് കൂട്ടിച്ചേർക്കുന്നിടത്തോ ഒക്കെ ചിലപ്പോൾ ഒരു വാവൊക്കെ അധികം വരും. അങ്ങനെ ചിലപ്പോൾ അക്ഷരങ്ങൾ അധികം വന്നേക്കാം. ചില സമയങ്ങളിൽ അതിന്റെ ഹാലുകൾ ഫത്ഹയുള്ളത് കെസ്റായി ഉച്ചരിക്കുന്നതാകാം, കെസ്റുള്ളത് സുക്കൂനായി ഉച്ചരിക്കുന്നതാകാം. ഇതൊക്കെ ജലിയായ തെറ്റാണ്, പ്രത്യക്ഷമായ തെറ്റാണ്. ആ തെറ്റിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് പണ്ഡിതന്മാർ ഹറാമാണ് എന്നാണ്, അങ്ങനെ തെറ്റിക്കാൻ പാടില്ല എന്ന്. അതിനുള്ള ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ പറയാം. സൂറത്തു ഫാത്തിഹയിലെ അവസാന ആയത്ത് സിറാത്തല്ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം, ശേഷം വലല്ലാലീൻ. ഇത് ജലിയായ തെറ്റാണ്. പ്രത്യേകം കേരളത്തെക്കുറിച്ച് വിശദീകരിക്കുന്നിടത്ത് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്, കേരളത്തിലെ ഏതാണ്ട് ആളുകളൊക്കെ അങ്ങനെയാ ഓതുന്നത്. വലല്ലാലീൻ വലല്ലാലീൻ എന്നല്ല പാരായണം ചെയ്യേണ്ടത്. അങ്ങനെ ഒരു അക്ഷരമല്ല ഫാത്തിഹയുടെ അവസാന ആയത്തിൽ ലാ എന്ന അക്ഷരമല്ല, മറിച്ച് പാരായണം ചെയ്യേണ്ടത് വലദ്ദാദാണ്, ലാ അല്ല. ത്വാന് പുള്ളിയിട്ട ലാ അല്ല, മറിച്ച് സ്വാദിന് പുള്ളി വരുന്ന ദാദാണ്. അപ്പോൾ അത് ഓതേണ്ടത് വലദ്ദാലീൻ എന്നാണ്. അപ്പൊ ഞാനും നിങ്ങളും ഒരുപാട് തെറ്റ് ചെയ്തു പോയി അല്ലേ? അതുകൊണ്ട് അക്ഷരം പരിശീലിക്കുക. എങ്ങനെയാണ് ആ അക്ഷരത്തെ, അത് എളുപ്പത്തിൽ ഞാൻ പറയുന്ന ഒരു രീതിയുണ്ട്. ആ അക്ഷരം നമ്മൾ ഇതുവരെ ശീലിച്ചത് ലോദ് എന്നാണ് അല്ലേ? ലോദ് എന്നല്ലേ പറയാ? നമ്മൾ പറയാറുള്ളത് ലോദ്. അവിടെ രണ്ട് ശബ്ദമുണ്ട്, ഒന്ന് ലാ, ഒന്ന് ദ. ലോദ്. ഈ രണ്ടക്ഷരത്തെ കൂടെ നിങ്ങൾ അരയ്ക്കുക അല്ലെങ്കിൽ മിക്സ് ചെയ്യുക. ല ദ ല ദ ല ദ ല ദ ദ. ദ എന്നുമല്ല ല എന്നുമല്ല, ഇത് രണ്ടുകൂടെ കൂടിക്കുഴഞ്ഞ ദ എന്ന ശബ്ദമാണ്. അണപ്പല്ലുകളോട്, നാവിന്റെ രണ്ടാലൊരു വശം അണപ്പല്ലുകളോട് ചേർത്ത് ഇനി രണ്ടു വശം ചേർന്നാലും ഉച്ചരിക്കുമ്പോഴാണ് ആ ശബ്ദമുണ്ടാകുന്നത്. അങ്ങനെ മഗ്ദൂബി അലൈഹിം വലദ്ദാ, ഈ ശബ്ദം കിട്ടണം. സൂറത്തുൽ ഇൻഷിറാഹ് അല്ലെങ്കിൽ സൂറത്തുൽ ശറഹ്, അവിടെയാണ് ഇത് കാര്യമായി ബാധിക്കുന്നത്. അലം നശ്റഹ് ലക സദ്റക്